അപ്പോൾ നമ്മൾ അഖിലിൻ്റെ ലൈവ് എല്ലാവരും കണ്ടു കാണും. അതായത് ബിഗ് ബോസ് സീസൺ 5 വിന്നർ ആയ അഖിലിനെതിരെ ഇന്നലെ ശോഭ ഒരു കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് അഖിൽ ഒരു ലൈവിൽ വന്ന്, പിന്നെ ഇന്നലെ മറുനാടനിലെ ശോഭയുടെ ഒരു കരച്ചിൽ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പം അഖിലൊരു ലൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഖിലിൻ്റെ ലൈവിൻ്റെ അകത്ത് അഖിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ശോഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അഖിൽ 2-3 പ്രാവശ്യം ഇന്നലത്തെ ലൈവ്, മുന്നേയുള്ള ലൈവിലും പിന്നെ ഇപ്പോഴത്തുള്ള ലൈവിലൊക്കെ പറയുന്നൊരു പേരാണ് ധന്യാരാമൻ. ഓക്കെ, ധന്യാരാമനെ കുറിച്ച് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊന്നും നമുക്ക് കേൾക്കാം. ധന്യാരാമനെ കുറിച്ചുള്ള മുമ്പ് ശോഭയ്ക്കെതിരെ ധന്യാരാമൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ട് ചാരിറ്റി തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും ആ തട്ടിപ്പിന്റെ ഭാഗമാണ് ശോഭ എന്നും ശോഭ കോടിക്കണക്കിന് രൂപ വെട്ടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് പേരും ഉപയോഗിക്കുന്നു, ഫോട്ടോയും ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ ശോഭയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ശോഭ ഇത് നിന്റെ ഭാഗത്ത് തെറ്റില്ലെന്നുണ്ടെങ്കിൽ ഒരു മാനനഷ്ടം കൊടുക്കും, നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞതാണ്. അപ്പം അന്നൊന്നും ഇല്ലാതെ പോയ ഒരു അന്നൊന്നുമില്ലാതെ ശോഭയുടെ പേര് വെച്ചിട്ടുണ്ട്, ശോഭയുടെ ഫോട്ടോ വെച്ച് ഇതെല്ലാം വെച്ചാണ് പോസ്റ്റ് ഇട്ടത് ധന്യാരാമൻ ഇട്ടത്. പക്ഷെ ശോഭയ്ക്ക് കേസില്ല. എന്തുകൊണ്ട് ശോഭയ്ക്ക് കേസില്ല? ഇനി ആ കേസ് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ അവരെ പോസ്റ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ സൈഡിൽ വെക്കാം പോസ്റ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും സംഭവം നല്ലൊരു പോസ്റ്റാണ്. എല്ലാവരും സമയം കിട്ടുമ്പോൾ നല്ല വൃത്തിക്ക് വായിച്ചു നോക്കുക. അതായത് നന്മ മരം SC/ST ഒഴികെ ഈ വകുപ്പിലെ 750 കോടിയോളം മാഫിയ വഴി സെക്സ്, അതിനൊത്താശ ചെയ്യൽ, സമ്പാദ്യം, രാഷ്ട്രീയം, വൻകിട ബിസിനസ്, മദ്യം, മയക്കുമരുന്ന് ലോബിയുടെ കയ്യിലായിട്ടുണ്ട്. അതായത് 2012 മുതൽ 2019 വരെ ഉള്ള സമയം കൊണ്ട്. ഇതിന് പിന്നാലെ പോയാൽ ജീവൻ കാണില്ല, ഉറപ്പായും കൊന്നുകളയും, ദുരൂഹത നിറഞ്ഞ മരണങ്ങൾ, ആത്മഹത്യയാക്കും. എനിക്കെതിരെ ഒരു നീക്കം നടന്നിരുന്നു. അത് സംഭവിക്കാത്തത് ഞാൻ മുൻകരുതൽ എടുത്തത് കൊണ്ട് മാത്രമാണ്. ഒരു മന്ത്രി ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കും. കുറച്ച് അത് കൃത്യമായി ആ പദ്ധതി നടപ്പാക്കും. അതായത് കുറച്ച് പേർ അത് കൃത്യമായിട്ട് ആ പദ്ധതി നടപ്പാക്കും, പദ്ധതി മാത്രം നടപ്പാക്കും. ബാക്കി പുറമേയുള്ള ലോബിയാണ് തീരുമാനിക്കുന്നത്. എന്നാലും ചിലത് ചോദിക്കാതെ പറ്റില്ല. ബിഗ് ബോസ് ശോഭ വിശ്വനാഥ് ആദിവാസി വകുപ്പിൽ നിന്നും എത്ര കോടി കൈപ്പറ്റി, അതെന്തു ചെയ്തു, എവിടെ, എപ്പോൾ, ഏത് കോളനിയിൽ? ഓക്കെ, ഇതാണ് ഒന്നുള്ളത്. ഇനി ആ ധന്യാരാമൻ തന്നെ പറയുന്നുണ്ട്, ട്രൈബൽ വകുപ്പിൽ നിന്നും ആദിവാസികൾക്ക് വേണ്ടി മാസ്ക് തയ്ക്കാൻ എന്ന് പറഞ്ഞ് 1 കോടി രൂപ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ മാസ്ക് കൊടുത്തില്ല. കൂടുതൽ ഞാൻ പറയേണ്ടതില്ല. ആര് RTI കൊടുത്താലും രേഖകൾ കിട്ടും. ഇങ്ങനെ സംഭവം കിടക്കുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ശോഭയുടെ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പോസ്റ്റിൻ്റെ ആദ്യത്തിൽ ശോഭയുടെ ഫോട്ടോകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫോട്ടോ എടുത്ത് മാറ്റിയതാണ്. പേരും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടിരുന്നത്. ഇപ്പം നമ്മളതിൽ കിടക്കുന്നതിനകത്ത് ഫോട്ടോ ഇല്ലെന്നേ. അല്ലെങ്കിൽ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചേച്ചി വന്നിട്ട് ചിലപ്പം സ്ട്രൈക്കൊക്കെ തന്നെ എന്തിനാണ് പോയത് എന്ന്. അപ്പോൾ ഇത്രയും വലിയൊരു ആരോപണം ഒരാൾ പറഞ്ഞിട്ട് അതാ മറുനാടന് പോലും അന്വേഷിക്കാൻ പറ്റുന്നില്ല. അതെന്തേ മറുനാടാ ഇത് അന്വേഷിക്കാത്ത? ഇത്രയും വലിയൊരു അഴിമതിയല്ല നടന്നിരിക്കുന്നത്. 750 കോടി രൂപയുടെ അഴിമതി നടന്നേക്കുന്നത്. അതിൻ്റെ അകത്ത് ശോഭ വിശ്വനാഥിൻ്റെ പേരുമുണ്ട്. മറുനാടനൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്ന അപ്പോഴേ അന്ത്യം അന്വേഷിക്കാതിരുന്നത് നല്ല കാര്യമല്ലേ? ശോഭയുടെ കരച്ചിൽ മാത്രമേ പ്രക്ഷോഭം ചെയ്യണമെന്നല്ല ഉണ്ടാ. അപ്പോൾ ദയവേത് ഇതൊക്കെ അന്വേഷിക്കൂ. ശോഭ ചേച്ചിയുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുറത്തു വരട്ടെ. അപ്പോൾ ശോഭ എന്തുകൊണ്ട് ഇതിനെതിരെ കേസ് കൊടുക്കും? ധന്യാരാമനെതിരെ പോയി കേസ് കൊടുക്കാത്ത എന്ത് ശോഭയെ? അവിടെ അഖില് നിങ്ങളെ പേര് ഉപയോഗിച്ചിട്ടില്ല, നിങ്ങളെ യാതൊരു സാധനവും പറഞ്ഞിട്ടില്ല. ഈ ബിഗ് ബോസിൻ്റെ അകത്ത് പോയവരോ അല്ലെന്നുണ്ട് അങ്ങനെ ഒരു ജനറലൈസ് ചെയ്തെന്ന് പറഞ്ഞു. അതിനുശേഷം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു ഇതിൻ്റെ അകത്ത് പോയാൽ ഞാൻ അങ്ങനെ കണക്കാക്കുന്നത്. എന്നിട്ടും 3 സ്ത്രീകൾ മുന്നോട്ട് വന്ന് അവരുടെ അനുഭവം പറഞ്ഞുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതിലിങ്ങനെ നടക്കാറുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ശോഭയെ മനസ്സിലാവുന്നില്ല? ശോഭയാണ് പറഞ്ഞതെന്ന് ശോഭ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ശോഭയെ കോഴിയെ കട്ടവൻ്റെ തലയിൽ കോഴിപ്പൂട കാണുമെന്ന് വിചാരിച്ച് ശോഭ ഇപ്പോൾ തലയെ തപ്പാൻ നേരത്തെ കോഴിപ്പൂട ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശോഭയുടെ കുഴപ്പമല്ലേ ശോഭയെ? അല്ലാതെ പറഞ്ഞ ആൾ ഒരു കാരണവശാലും നിങ്ങളെ പേരോ ഒരു സാധനവും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ശോഭ ഇതിൻ്റെ വാല് പിടിച്ച് പോയത്? കേസ് എന്തിനാണ് കൊടുത്തത്? സൈബർ ബുള്ളിങ്. ശോഭയാണ് യഥാർത്ഥത്തിൽ സൈബർ ബുള്ളി ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് ശോഭയാണ് ഏറ്റവും വലിയ സൈബർ ബുള്ളി ചെയ്യുന്നത്. കാരണം ഓൺലൈൻ്റെ അകത്ത് എവിടെ കണ്ടു കഴിഞ്ഞാൽ അത് മൈക്കോട്ട് എന്ന് കഴിഞ്ഞാൽ ഉടനെ കപ്പ് കിട്ടാത്ത ദേഷ്യം ഇപ്പോഴും തീർന്നിട്ടില്ലേ ശോഭ? എന്താണ് ശോഭ ഇങ്ങനെ? കപ്പ് കിട്ടാത്ത ഇതുവരെ തീർന്നിട്ടില്ല. 4ാം സ്ഥാനത്താണ് ആയത്. 4ാം സ്ഥാനം 2ലായിരുന്നു നമുക്ക് പറയായിരുന്നു. അയ്യോ അവിടെ നിന്ന് കപ്പ്. ഇതിപ്പോൾ 4ാം സ്ഥാനത്തായ ശോഭയ്ക്ക് എന്താണോ യോഗ്യത? അതിൻ്റെ അകത്ത് ശോഭ അതിൻ്റെ അകത്ത് നിൽക്കാനുള്ള യോഗ്യത എന്താണെന്ന് പറയും. ആ ഷോയ്ക്കകത്ത് ശോഭ നിൽക്കാനുള്ള യോഗ്യതയെങ്കിലും ശോഭ ഒന്ന് പ്രേക്ഷകരെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ശോഭ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, പ്രദീപ് എന്നുള്ള ആളാണ് ശോഭ അതിൻ്റെ അകത്ത് കയറ്റി വിട്ടത്. അയാളുടെ നിർബന്ധപ്രകാരമാണ് ശോഭ പോയത് എന്നാണ് പറയുന്നത്. പ്രദീപ് ആരാണെന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഈ പുറത്ത് വന്ന പല ആൾക്കാരും പ്രദീപ് ആരാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ശോഭ പോയതാണെങ്കിൽ 100ാമത്തെ ദിവസം ഉടുക്കാനുള്ള സാരിയായിട്ടാണ് പോയത്. അപ്പോൾ ശോഭയ്ക്ക് എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് ചോദിക്കാം. നമുക്ക് ഉണ്ടോയെന്നേ ചോദിക്കുന്നുള്ളൂ. ശോഭയ്ക്ക് ഓഫർ കിട്ടിയെന്ന് ഞങ്ങൾ പറയുന്നില്ല.
ശോഭ ആർക്കെങ്കിലും ആ കിട്ടിയ പണത്തിൽ നിന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാമെന്നും ചോദിക്കുന്നില്ല. അതൊക്കെ ആൾക്കാർ കണ്ടെത്താനുള്ള സംഭവമാണ്. അപ്പോൾ ശോഭ വിശ്വനാഥ് എന്നുള്ള ആൾ ഇപ്പോൾ ഉത്തരം പറയേണ്ടത്, നിങ്ങൾ ഈ ധന്യരാമ ഇട്ടേക്കുന്ന പോസ്റ്റിനകത്ത് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്, ബിഗ് ബോസ് ശോഭ വിശ്വനാഥ് ആദിവാസി വകുപ്പിൽ എത്ര കോടി കൈപ്പറ്റി, അതെന്ത് ചെയ്തു, എവിടെ, എപ്പോൾ, ഏത് കോളനിയിലാണ് നിങ്ങൾ ഈ കൈപ്പറ്റിയ പണം ഉപയോഗിച്ചതെന്ന് കൂടി ശോഭ വിശ്വനാഥ് ഒന്ന് പറയുക. ഇത് ഇവർ വെറുതെ ആരോപണം ഉന്നയിച്ചാൽ നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുക. അവർക്ക് അവർ ബിഗ് ബോസ് ശോഭ വിശ്വനാഥ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ അകത്ത് ആകെ ഒരു ശോഭ വിശ്വനാഥേ ഉള്ളത്, അത് ശോഭ വിശ്വനാഥ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ദയവേത് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ശോഭ ഉത്തരം പറയും. ശോഭയെ വെറുതെ മറ്റേ ഇത്രയും വലിയൊരു പിന്നെ മറുനാടനാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു കോടി രൂപയുടെ അഴിമതി നടന്നിട്ട് മറുനാടാ ശോഭയുടെ കരച്ചിലിടുന്നതിന് പകരം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തപ്പ് നിങ്ങൾ പൊക്കിയെടുക്ക്. ശോഭയെ നിങ്ങൾ പണ്ട് രക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതിലത്തും രക്ഷിക്കണമെന്നുണ്ടാ, ഈ കേസിനകത്ത് രക്ഷിച്ചെടുക്കണമെന്നുണ്ടാ. നിങ്ങൾ അല്ലെങ്കിൽ ആർ ടി ഐ വിവരപ്രകാരം നിങ്ങൾക്ക് തപ്പി നോക്കാം. അത് അതിൻ്റെ അത് എഴുതിയിട്ടുണ്ട്. ആർ ടി ഐ കൊടുത്താൽ നിങ്ങൾക്ക് ആർക്കും എൻ്റെ രേഖ കിട്ടുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം മറുനാട് അങ്ങനെയൊക്കെയുള്ള തപ്പിയെടുക്ക്. ശോഭയുടെ പേരുണ്ടെങ്കിൽ ശോഭയുടെ പേര് പറയൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ശോഭ വിശ്വനാഥ് ബൈ.